ഇല്ല, വളരെ ക്ലിയർ അല്ലേ? ദേശീയ നേതൃത്വം NDAയുമായിട്ട് ബന്ധമുണ്ട്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും അവർ NDA സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ ശക്തമായിട്ട് എതിർത്തവരാണ്. എന്നാൽ ഞങ്ങളുടെ വാക്കുകളെ അവർ മാനിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ NCP SP-യുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ കാരണം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ LDF എടുക്കുന്നത്? കാരണം അവർക്ക് ബന്ധം NDAയുമായിട്ടാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ ഒരിക്കലും LDFിൽ എടുക്കത്തില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വിച്ഛേദിച്ച് മാറി നിൽക്കുന്നത്. ഞങ്ങളുടെ ആരോപണം അതുതന്നെയല്ലേ? കാരണം ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ചു. അതിനേക്കാളുപരിയായിട്ട് അജിത് പവാറിൻ്റെ ഭാര്യയെ പരസ്യമായിട്ട്, അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിട്ട് നിന്ന സ്ഥാനാർത്ഥിയെ പരസ്യമായിട്ട് അവർ സപ്പോർട്ട് ചെയ്തു. അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ വിഷയത്തിൽ നിന്നും മാറി ചിന്തിച്ചത്. 14 ജില്ലാ പ്രസിഡന്റുമാരും പങ്കെടുത്തിട്ടുണ്ട്. 14 ജില്ലാ പ്രസിഡന്റുമാർ പങ്കെടുത്ത് 2 ജില്ലാ പ്രസിഡന്റുമാർക്ക് വരാൻ പറ്റാഞ്ഞുകൊണ്ട് അവർ വൈസ് പ്രസിഡന്റും അവരുടെ പ്രതിനിധികളെ അയച്ചിട്ടുണ്ട്. ഇല്ല, നമ്മൾ അവരുമായിട്ട് സംസാരിക്കാറില്ലല്ലോ. നാളുകളായിട്ട് അവരുമായിട്ടുള്ള സംസാരമൊക്കെ നിർത്തിയിരിക്കുന്നതാണ്. കാരണം വളരെ ക്ലിയർ ആണല്ലോ, ഒരു സംസ്ഥാന പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അതിനൊരു രീതിയുണ്ട്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന അതിനൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന് വിരോധമായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു വാട്സപ്പിൽ കൂടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് ചാനലിൽ കൂടോ അല്ലല്ലോ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ NCP SP-യുടെ ആൾക്കാർ അറിയുന്നത്. ഒരു സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റുന്ന രീതി അതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എന്നെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്. 14 ജില്ലാ പ്രസിഡന്റുമാരും അവരെല്ലാം ഇന്ന് ഇതിനകത്ത് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. അവർ ഐക്യകണ്ഠേന എഴുതി കൊടുത്തു, ഞങ്ങൾക്ക് തോമസ് കെ തോമസിനെയാണ് സംസ്ഥാന പ്രസിഡന്റായിട്ട് ആവശ്യം. അതുപോലെ എല്ലാ ജനറൽ സെക്രട്ടറിമാരും ട്രഷററും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരും അതുപോലെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും ഏകപക്ഷീയമായി ഒറ്റ രീതിയിൽ യുനാനിമസായിട്ട് എഴുതി കൊടുത്തു. അല്ലേ? യുനാനിമസായിട്ട് എഴുതി കൊടുത്തു, ഇന്നയാളെ വേണം. അതിന് വിരോധമായിട്ട് ഒരു പ്രസിഡന്റ് ഒരു സുപ്രഭാതത്തിൽ മേളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്. ഞങ്ങളുടെ നിലപാട് അതാണ്. അതിനെയാണ് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നത്. നമുക്കറിയത്തില്ല അവരെ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അവരെന്നാണെന്നുള്ളത് ഞങ്ങൾ നോക്കുന്നില്ല. ഞങ്ങളുടെ വിഷയം ഞങ്ങൾ നിൽക്കുന്ന സ്ഥാനം എന്തുകൊണ്ടാണ് ഞങ്ങൾ മാറിപ്പോകുന്നത് എന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് കാരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം NDAയുമായിട്ടുള്ള ശരത് പവാറിൻ്റെ ബന്ധം ശരിയല്ല, അതിനെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മാറുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്താ സമ്മേളനം, അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പ്, അത് ഉയർത്തി കാണിച്ചാണ് ഞങ്ങളോട് ചോദിച്ചത്, ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതിരോധിച്ചില്ല? അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പാർട്ടിയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ വിഷയമാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് NDAയുമായിട്ട് ബന്ധമുള്ള ഈ പാർട്ടിയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. ഞങ്ങൾ മാറി ഞങ്ങളുടേതായ ഒരു രീതിയിൽ LDFിൽ ചേർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നാളുകളായിട്ട് അവർ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് ഇങ്ങനെ ഉള്ള വിഷയമുണ്ട്, എന്താണ് നിങ്ങളാരും പ്രതിരോധിക്കാത്ത, എന്താണ് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് പറയാത്തതെന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം അത് പല പ്രാവശ്യം ഞാനും ഇത് ദേശീയ നേതൃത്വമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തു. പക്ഷേ ഞങ്ങളെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാണ്. ഇപ്പം സംസ്ഥാന പ്രസിഡന്റിനെ വെച്ചതുപോലെ തന്നെ അവർ അവരുടേതായ ഇഷ്ടത്തിനും സൗകര്യത്തിനുമാണ് പോകുന്നത്. അങ്ങനെ പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ LDFിൽ നിൽക്കുന്നു. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യമുണ്ട്. ആ മൂല്യം എന്ന് പറയുന്നത് മതേതരത്വമാണ്. ഒരു മത പാർട്ടിയുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് BJPയുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, NDAയുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, NDAയുമായിട്ട് സഹകരിക്കുന്നവരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. ആ രീതിയിൽ ഞങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് വെളിയിൽ വന്നിരിക്കുന്നതിൻ്റെ റീസൺ അത് തന്നെയാണ്. അല്ല, ആ ഓഫീസ് ഓൾറെഡി വിട്ടു, അത് അടഞ്ഞു കിടക്കുകയാണ്. അതുകൂടാതെ ഈ ദിവസങ്ങളിൽ അതിൻ്റെ ഓണർ എന്നെ വിളിച്ചിരുന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ അദ്ദേഹത്തെ പറഞ്ഞ അസഭ്യം മുഴുവൻ അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ട് എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ലജ്ജാകരമായിട്ടുള്ള കാര്യം, അങ്ങനെയൊന്നും പാടില്ല. ഒരു ദേശീയ വർക്കിംഗ് പ്രസിഡന്റൊന്നും ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. എനിക്ക് BP കൂടുന്നതൊക്കെയല്ല ഞാൻ ആൾക്കാരോട് സംസാരിക്കേണ്ടത്. അത് വളരെ തെറ്റായിട്ടുള്ള നയമാണ്. അതിനെ അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിച്ചു. കാരണം അങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു വീഴ്ചയുണ്ടായി. കാരണം അത് ശരിയല്ല. എന്തെങ്കിലും പൈസ മേടിക്കണമല്ലോ, സംവിധാനം ഉണ്ടാക്കണം, അതിൻ്റെയൊക്കെ ഒരു മാർഗ്ഗമുണ്ട്. ആ മാർഗ്ഗത്തിൽ കൂടെ പോകണം. അയാൾ ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഇപ്പോൾ ആരാണ് സംസ്ഥാന പ്രസിഡന്റ് ആ പുള്ളിയുടെ ഞാൻ പൈസ കൊടുക്കാം. അപ്പോഴത്തേക്ക് അദ്ദേഹത്തോട് പറഞ്ഞ
ഭാഷാ രീതി അത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, മാതൃഭൂമി ചാനലാണെന്ന് എൻ്റെ ധാരണ. അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി എന്നോട് സംസാരിക്കുന്നത്. ഈ ബിൽഡിംഗ് ഓണർ എന്നോട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വളരെ ക്ലിയറായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേടിച്ചതിന് ശേഷം ഔദ്യോഗികമായിട്ട് അത് ഞാൻ വെളിവിടുന്നതായിരിക്കും. മതിയല്ലോ, ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ? ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. കേട്ടില്ല. ഇപ്പം ഞങ്ങൾ പറഞ്ഞാൽ 9 അംഗ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ഈ കമ്മിറ്റി അടിയന്തരമായി കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അതനുസരിച്ച് ഞങ്ങൾ ജൂൺ 20 ഞങ്ങളുടെ ജനറൽ ബോഡി കൂടും. അതിന് മുമ്പേ ജൂൺ 10 മുമ്പായിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും കൂടും. ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ തീരുമാനം. അങ്ങനെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്.